ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യം വിജയൻകുട്ടി. സംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ന്യൂമറോളജി പ്രകാരം പലരുടെയും തലയിൽ എഴുത്ത് മാറ്റിയ ചരിത്രങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് കവികളുണ്ട്, ഒരുപാട് രചയിതാക്കളുണ്ട്, ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് പ്രധാനമന്ത്രിമാരുണ്ട്, ഒരുപാട് രാഷ്ട്രപതികളുണ്ട്. അതുപോലെ തന്നെ ഗവേഷണം നടത്തി വിജയിച്ചവരുണ്ട്, ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിച്ചവരുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര മേഖലയിൽ പ്രവർത്തിച്ചത് നാവികസേനയിലും കരസേനയിലും അതുപോലെ തന്നെ ഗവേഷണ മേഖലയിലും ശാസ്ത്ര മേഖലയിലും എല്ലാം, അതുപോലെ തന്നെ വിക്ഷേപണ സ്ഥാപനങ്ങളിലും ഗ്രഹണപഥത്തിലെല്ലാം ഉപയോഗിച്ചവരെല്ലാം മഹാന്മായവരും രാജാക്കന്മാരായവരും മന്ത്രിമാരായവരും പ്രധാനമന്ത്രിമാരായവരും അതുപോലെ തന്നെ സിനിമാ നടന്മാരായാലും അവരുടെ എല്ലാം ജീവിതങ്ങൾ മാറ്റിമറിച്ച് പേരിലും അക്ഷരങ്ങളിലും എല്ലാം മാറ്റിമറിച്ചത്. ഉദാഹരണത്തിന് തന്നെ പറയാം, നമ്മുടെ മഹാനടനായിട്ടുള്ള ശ്രീ മുഹമ്മദ് കുട്ടി എന്ന പേര് മാറ്റി മമ്മൂട്ടി എന്ന പേരിൽ അറിയപ്പെട്ടപ്പോൾ അവരുടെ പ്രശംസ പിടിച്ചു പറ്റിയതും കലാരംഗത്ത് കയറി വന്നതും നമുക്കറിയാം. അതിൻ്റെ ലക്ക് എന്നാണ് പറയേണ്ടത്. ആ ലക്ക് പ്രകാരം അവരുടെ ആളുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞ വിഷയങ്ങൾ അറിയാം. അതുപോലെ തന്നെ ശിവാജി റാവു എന്നുള്ള പേര് മാറ്റി രജനീകാന്തായപ്പോൾ അയാളുടെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അറിയാം. ജയലളിത എന്നുള്ള നാമം മാറ്റി ഏറ്റവും ലാസ്റ്റ് ഒന്നുകൂടി ചേർത്തിയപ്പോൾ അവരുടെ ജീവിത രീതി മാറിയതും പിന്നീട് വൻ വിജയത്തോടു കൂടിയിട്ട് മരിച്ചതും ലോക പ്രശസ്തി ആർത്തിയെത്തതും അതുപോലെ തന്നെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അടക്കം വന്നിട്ട് എത്തേണ്ട ആളായിരുന്നു എന്നുള്ളതും പറയാം. അതുപോലെ തന്നെ APJ അബ്ദുൽ കലാം, അതായത് നമ്മുടെ രാഷ്ട്രപതിയായിട്ടിരുന്ന ആളാണ്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ ആദ്യം വർക്ക് ചെയ്തിരുന്ന ആളാണ്. ആളുടെ ഫുൾ നെയിം വന്നിട്ട് വേറെ ആയിരുന്നു. അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആളുടെ സ്കൂൾ മാഷാണ്. ആളുടെ പേര് APJ അബ്ദുൽ കലാം എന്ന് ഒതുക്കി ഇതിന് എനിക്ക് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത ഒരാളാണ്. അതിനെക്കുറിച്ചുള്ള താല്പര്യമുള്ളവർക്ക് നമുക്കിത് പറയാം. അതുപോലെ തന്നെയാണ് രജനീകാന്തിൻ്റെ പേര് ശിവാജി റാവു ഞാൻ ഇപ്പോൾ പറഞ്ഞതുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ തലയിലെടുത്ത് മാറ്റിയ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ അക്ഷരത്തിലും പേരിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് അക്ഷരങ്ങളിലും സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ മാറ്റങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് ഞാൻ ചുരുക്കി പറയുകയാണ്. ഇനി അതിനെ പറ്റിയിട്ടുള്ള വിവരിച്ച ഒരു വീഡിയോ ആണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതിനെപ്പറ്റി നിങ്ങളുടെ ഭാഗ്യ നമ്പർ ഏതാണ്, അതുപോലെ തന്നെ ഭാഗ്യപരമായിട്ടുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ന്യൂമറോളജി പ്രകാരം നിങ്ങളുടെ പേരിൻ്റെ അക്ഷരങ്ങൾ എങ്ങനെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവി മാറ്റിമറിയാൻ പറ്റുന്ന ലെവലുകളിലേക്കുള്ള ഏതെങ്കിലും അക്ഷരങ്ങൾ ചേർക്കാനുണ്ടോ, അല്ലെങ്കിൽ ന്യൂമറോളജി പ്രകാരം ഏതെങ്കിലും ഇൻഷിലുകൾ ചേർക്കാനുണ്ടോ, അല്ലെങ്കിൽ ഓരോരോ പരമായിട്ടുള്ള സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള ധനശേഖരണത്തിനും ഭാഗ്യത്തിനും കടാക്ഷത്തിനും അതുപോലെ തന്നെ നിധിശേഖരം എന്ന് പറയുമ്പോൾ നിധി കിട്ടുക എന്ന് പറഞ്ഞ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നിധി കിട്ടുക പറഞ്ഞാൽ പണം കിട്ടുക എന്നുള്ളതാണ്. പണം പല വിധത്തിലും വരാം, ബിസിനസ്സിലായാലും വരാം, മറ്റുള്ള ഏത് വിധത്തിലും വരാം. അങ്ങനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ ഇതൊരു പ്രൊമോട്ട് വീഡിയോ ഒരു സാമ്പിൾ വീഡിയോ ആണ്. ഈ സാമ്പിൾ വീഡിയോ നിങ്ങൾ കണ്ട് അത് ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് എനിക്ക് ഇതിലേക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ആ സാമ്പിൾ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. ഇതുവരെ ഇതൊന്നും പറയാത്തതാണ്, ഇത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ തൃപ്തനാണെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ട് കണ്ടുമാണ് എനിക്ക് ബാക്കിയുള്ളത് പറയാം. നമസ്കാരം.